ശേഷം. കാരണം നമുക്കറിയാം ഈ പ്രോഡക്റ്റ് വെച്ചുകൊണ്ടാണ് ഇനി ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ബൂമിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പരമാവധി ആളുകൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. രണ്ടാമത്തത് എഴുതിയെടുക്കാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. കാരണം ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ ഇതൊരു ചരിത്രമാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം എഴുതിയെടുക്കുക. ഇത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. സോ എഴുതിയെടുക്കുക. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് അവരെ ഈ പറയുന്ന പോലെ കണ്ണും കാതും ഇവിടെ തന്നെ ഉണ്ടാവണം. അത് ഉറപ്പുവരുത്തുക. എനിവേ, അധികം സമയം കളയാനില്ല. നമുക്ക് നമ്മളുടെ പ്രോഗ്രാം സെക്ഷനിലേക്ക് കടക്കാം. നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്, പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഈ കമ്പനിയുടെ തന്നെ ദ യങ്ങസ്റ്റ് ക്രിയേറ്റീവ് ഹെഡ് ശ്രീ ഷാരോണിനെ ക്ഷണിക്കുകയാണ്. ഷാരോൺ സർ, പ്ലീസ്. ഹലോ ഷാരോൺ. സേതു സാറേ, ഷാരോണിനെ ഒന്ന് കോ ഹോസ്റ്റ് ആക്ക്. Right now. Thank you so much. Yes, super. And the voice clear അല്ലേ? Audible അല്ലേ? വോയിസ് ക്ലിയർ ആണ്. Yes, thank you so much. Hi, good evening. And anyway, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് സെഷൻ ആണ് അബൌട്ട് ന്യൂക്ലിയോവീറ്റ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു, ന്യൂക്ലിയോവീറ്റ എന്ന് പറയുന്നത്. എനിവേ, ഞാനും വളരെ പ്രൗഡാണ് ഇത്തരത്തിലുള്ളൊരു നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത വൺ ഓഫ് ദ നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒരു 100% കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, ആ പ്രോഡക്റ്റ് നമ്മുടെയാണെന്നുള്ള രീതിയിൽ നമുക്കൊരു അഭിമാനമൊക്കെ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെസ്റ്റ് വെൽനസ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയോവീറ്റ എന്നുള്ള പ്രോഡക്റ്റ്. എനിവേ, ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു വെൽനസ് ഇൻഡസ്ട്രി ആയതുകൊണ്ടും വി ആർ മോർ ഇൻ ടു വെൽനസ് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു വെൽനസ് ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആസ് പെർ അവർക്ക്, അതായത് ആ പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണെങ്കിലും, ആ പ്രോഡക്റ്റ് ഏത് തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിനൊക്കെ തരുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ക്വൈറ്റ്ലി ഒരു മിറാക്കിൾസ് ഞാൻ പറയില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റുകൾ കിട്ടാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് റാപ്പിഡ്ലി. മോർ ദാൻ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന പല വെൽനസ് പ്രോഡക്റ്റുകളിൽ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്.
ഇപ്പൊ നമുക്കറിയാം നമ്മള് ശ്വാസം ഓക്സിജൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കുറെ സാധ്യതകളുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ നല്ല ആരോഗ്യപരമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ കോമൺ, അതായത് ഇതിൽ ഏതിനൊന്നും ഒഴിവായാൽ 100% നമ്മൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറെ കോൺസ്റ്റന്റ് ആക്ഷൻസും കോൺസ്റ്റന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ എന്താ പറയാ ബൂസ്റ്റ് ചെയ്യുക, ആ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഒരു നോർമൽ ആയിട്ട് കൊണ്ടുവരിക. അതുവഴി നമ്മുടെ ചുറ്റിനുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോ ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഡൈജഷൻ ആയിക്കോട്ടെ, മോർ ദാൻ ഈവൻ നമ്മള് ജീവിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിജൻ ബ്ലഡിലോട്ട് കലരുന്നതും ആ ഓക്സിജന്റെ ഡെലിവറി മറ്റുള്ള സെല്ലിലോട്ടൊക്കെ എത്തുന്നതെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു പ്രധാന ഒരു ഘടകം, ഒരു ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിലുണ്ട്, ഒരു സിറ്റുവേഷണൽ ഒരു സംഭവം. ആ ഒരു സംവിധാനത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റിയും ആ ഒരു എക്സ്പെർട്ടീസും കൊണ്ട് ആ പ്രോഡക്റ്റ് നമുക്ക് വലിയൊരു എന്താ പറയാ നല്ലൊരു ലൈഫ് സ്റ്റൈൽ തരാനായിട്ട് സാധിക്കും. എനിവേ ഇതിന് വേണ്ടിയിട്ട് ഷുവർ 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 ഐ തിങ്ക് റെക്കോർഡിംഗ് ആണ്, ഇറ്റ് ഈസ് റെക്കോർഡിംഗ്. ഓക്കെ, നമുക്കൊന്ന് ഒരു സ്ക്രീൻ സ്ലൈഡ്സിലോട്ട് പോവാം പ്രോഗ്രാം, and we can continue that. Yes, no recording is happening. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര്, ദ നെയിം ന്യൂക്ലിയോ വീറ്റ പ്ലസ്. നമുക്കറിയാം നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫിലുള്ള ഏറ്റവും ബുദ്ധിമുട്ടുകളാണ് ഹെൽത്ത് ആയിട്ടുള്ള ഇഷ്യൂസ്, ഹെൽത്ത് പരമായിട്ടുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ന്യൂട്രിയൻസിന്റെയും മറ്റുള്ള അൺനെസസറി പ്രോഡക്റ്റുകളുടെ ഒക്കെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. വി കൻ ഏബിൾ ടു സർവൈവ് ഇപ്പൊ ചെറിയ തരത്തിലുള്ള ഒരു അസുഖങ്ങൾ വന്നാൽ പോലും ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാകുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി അത്രയും കോംപ്രമൈസിങ് ആവുന്ന തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ പോകുന്നത് കൊണ്ടിട്ടാണ് ഇന്നത്തെ കാലത്ത് വെൽനസ് ഇൻഡസ്ട്രി പോലെയുള്ള മോർ ദാൻ അറിയാലോ, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ഹോസ്പിറ്റൽ ഫീൽഡിലാണ്, അതായത് ഇൽനസ് ഇൻഡസ്ട്രിയിലാണ്. നമുക്കറിയാം അത്രയധികം രോഗികൾ ഡെയിലി ഹോസ്പിറ്റലുകളും മറ്റുമായിട്ട് അനുബന്ധിത മെഡിക്കേഷൻ സംവിധാനം, അത് പലതരത്തിലുള്ള ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി അനവധി മെഡിക്കൽ സംവിധാനങ്ങളുടെയൊക്കെ പുറകെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കുറെ കൊല്ലം, ഒരു 5-10 കൊല്ലമായിട്ട് വെൽനെസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്, അതൊരു അസുഖം വന്നതിന് ശേഷം ആ അസുഖത്തിനെ ചിന്തിക്കുന്നേക്കാളും മുമ്പ് അസുഖം വരാതെ എങ്ങനെ നമ്മുടെ ബോഡിയെ നമുക്ക് പ്രിപ്പയർ ചെയ്യപ്പെടാം, പ്രിവെൻഷൻ ഇസ് ലൈക്ക് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ അമേസിംഗ് പ്രോഡക്റ്റുകളുള്ള ഒരു മാർക്കറ്റാണ് വെൽനസ് ഇൻഡസ്ട്രി. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിലുള്ള ഒത്തിരി പ്രോഡക്റ്റുകളിൽ നമ്മുടെ കമ്പനി ഫ്ലൈ വെൽനസ് 100% ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ് നിലവിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ നമ്മളുള്ളത്. ഓൾറെഡി ഇപ്പൊ തന്നെ ഗ്ലോബലി അറ്റൻഷൻ കിട്ടിയിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആണ് FlyOne. എന്നാൽ അതിനുശേഷം എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ, ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ന്യൂക്ലിയോ വീറ്റ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫ്ലാഗ്ഷിപ്പ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജീവജാലമാണ്, ഒരു ലിവിങ് ഓർഗാനിസം ആണ്. ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ അത് നിർമ്മിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു സെല്ലിന്റെയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആവുകയും കണ്ടിന്യൂസ് ആയിട്ട് മരിക്കപ്പെടുകയും ചെയ്യുന്ന കോടാനുകൂടി സെല്ലുകളാൽ വളരെ ക്രമമായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ജീവസമൂഹമാണ് ഹ്യൂമൻ ബീങ്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. ആൻഡ് മോസ്റ്റ്ലി അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻസും മനുഷ്യരും അത്തരത്തിലുള്ള ഒരു ജീവജാലങ്ങളാണ്. അതായത് നമ്മുടെ ബോഡിയിൽ കോടാനുകൂടി സെല്ലുകളുണ്ട്. അപ്പൊ ബേസിക്കലി നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞ് വളർന്ന് വലുതാവുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോ ഫീറ്റസും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സെല്ലിൽ നിന്ന്
നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഡെവലപ്പ് ആവുന്ന സ്റ്റേജ് തൊട്ട് നമ്മുടെ ഗ്രോത്ത് നിയന്ത്രിക്കുന്നത്, നമുക്ക് ഗ്രോത്ത് തരുന്നതെല്ലാം സെൽ ഡിവിഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് വിഘടിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മോശമാവുന്ന സെല്ലുകൾ മരിക്കപ്പെടുക, അത് പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യുന്നിടത്ത് കൂടുതൽ എണ്ണങ്ങൾ കൂടി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളരും. അപ്പൊ വളർച്ചയുടെ ഏറ്റവും എക്സ്ട്രീം ഡൗൺ എന്ന് പറയുന്നത് 100% ഒരു സെല്ലാണ്. ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു സെല്ല് എന്ന് പറയുന്നത് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കും. ഒരു 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 എന്താ പറയുക, ഒരു സ്ഫിയർ പോലെ ഇരിക്കാം. അതിനൊരു സെൽ വോൾ ഉണ്ടാവും, അതിൻ്റെ അകത്ത് കുറെ അപ്പാരറ്റസ് ഉണ്ടാവും, ഗോൾഗി അപ്പാരറ്റ്, റൈബോസോം, മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറയണ ഏകദേശം ഒരു നമ്മുടെ ബോഡിയിലുള്ള ഒരു സെല്ലിന്റെ ഒരു ഏകദേശം രൂപരേഖ. ഇതിന്റെ ഏറ്റവും അകത്തായിട്ട് ഈ കാണുന്നതാണ് നമ്മളൊരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഈ ന്യൂക്ലിയസിന്റെ അകത്താണ്, നിങ്ങൾക്കറിയാം, ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, DNA, ജീൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇരിക്കുന്നതെല്ലാം എന്നിട്ടാണ് ഈ ന്യൂക്ലിയസിന്റെ അകത്താണ്. അപ്പൊ ഈ ഒരു സിമ്പിൾ ഫോർമാറ്റിലുള്ള, അന്ന് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരു സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഏകദേശം കോടാനുകോടി സെല്ലുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് പറയുമ്പോൾ, ഇപ്പൊ ഇതൊക്കെ ഒരു ഏകദേശം സെല്ലിന്റെ ഒരു രൂപരേഖയാണ്. സെല്ല് ഇങ്ങനെയാണ് ഏകദേശം. എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 3D അനാട്ടമിയിൽ സെല്ല് ഇങ്ങനെയാണ്, അതിന്റെ അകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, മറ്റുള്ള ഘടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സെല്ലിന്റെ അകത്താണ് DNA എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എന്താ പറയാ ഫ്രെയിം വർക്കാണ്. നമ്മൾ എങ്ങനെ ആകണം, നമ്മുടെ അസുഖങ്ങളോ, നമ്മുടെ രൂപരേഖ, നമ്മുടെ സംസാരം, നമ്മുടെ നോളേജ്, നമ്മളാക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇരിക്കുന്നത് ഈ DNA പോലെയുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ ഈ DNA എല്ലാം എല്ലാ സെല്ലുകളുടെയും അകത്ത്, ന്യൂക്ലിയസിന്റെ അകത്ത് വളരെ കോയിൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു DNA-യിൽ നിന്ന് ഒരു RNA, അവിടുന്ന് പ്രോട്ടീൻ, എൻസൈം. അപ്പൊ ഈ ഒരു ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല, ബട്ട് എങ്കിൽ പോലും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു ചെറിയൊരു DNA-യിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ശരീരത്തിൽ പ്രോട്ടീനും എൻസൈമുകളും, നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും, നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തും, നമ്മുടെ ശരീരത്തിലുള്ള പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം, ഇവൻ തോ നമ്മളിലോട്ടൊരു ഒരു രോഗാണുക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗാണുവിനെ ഡിഫെൻഡ് ചെയ്യാൻ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ബാലൻസ് എല്ലാം നമുക്ക് ഉറപ്പുവരുത്തുന്നത് ഈ DNA-യിലുള്ള ഇൻഫർമേഷൻസ് പ്രകാരമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു ചർച്ചാ വിഷയമാകുന്നു? നമുക്കറിയാം, യൂഷ്വലി കഴിഞ്ഞ ഒരു വലിയൊരു ടൈം പീരീഡിൽ നിന്ന് ആളുകൾ എവല്യൂഷൻ വഴി നമ്മളിപ്പോ അറിയാം, നമ്മളിപ്പോഴും പറയാറുണ്ട്, ഒരു ഒരു എന്താ പറയാ, ചിമ്പിന്റെ ഒക്കെ ഫാമിലിയിൽ നിന്ന് നമ്മളൊരു മനുഷ്യനായിട്ട് രൂപപ്പെടുന്ന ഒരു എവല്യൂഷൻ ഈ DNA-യിൽ വരുത്തിയ മ്യൂട്ടേഷനുകളും ഈ DNA-യിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതായത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളുകളല്ല, നമ്മൾ എവല്യൂഷൻ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓരോ സെല്ലിനും അകത്തുള്ള വൈറ്റലിറ്റി, നമ്മുടെ ഓരോ സെല്ലിന്റെ അകത്തുള്ള ഘടകങ്ങളുടെ ന്യൂട്രിയൻ സപ്ലൈ, ഇവൻ തോ DNA-ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് സംവിധാനം വേണം, ഫ്രീ റാഡിക്കലുകളുടെ പുഷിങ് കുറവായിരിക്കണം, അതിനെ ഡിവൈഡ് ചെയ്യാനും അതിനെ സർവൈവ് ചെയ്യാനും അതിന്റെ ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസ് ഒക്കെ ഇവൻ ഓരോ സെല്ലിന്റെയും ഓരോ ന്യൂക്ലിയസിന്റെ അകത്ത് വരണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് ഫ്ലൈമണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ദിസ് പ്രോഡക്റ്റ് ഏകദേശം സെല്ലുലാർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഫാർ ബെറ്റർ ഒരു പ്രോഡക്റ്റ് നമുക്കൊരു ന്യൂക്ലിയസ് ലെവൽ, ഒരു സെല്ലിന്റെ അകത്തും ഒരു ന്യൂക്ലിയസ് ലെവലുകളിൽ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസ് ലെവലുകളിലോട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെയും കമ്പോണൻസിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമായിട്ട് നടക്കത്തക്ക രീതിയിലുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസിനെ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തായി, ഈ പറയുന്ന DNA-യും അതിനകത്തുള്ള മറ്റുള്ള ന്യൂക്ലിയസ് ലെവലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഹൈ എനർജറ്റിക് ആയിട്ട് നല്ല വൈറ്റൽ ആയിട്ട് ഇരിക്കും. ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ദ ഹെൽത്ത് ഓഫ് എ സെൽ, അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ആരോഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ടോട്ടൽ ആവറേജ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടൊരു അസുഖം, നിങ്ങൾ നിരന്തരമായിട്ട് അസുഖങ്ങളിൽ ഇടങ്ങേറാവുകയാണ്, ബുദ്ധിമുട്ടുകയാണ്, നിരന്തരമായിട്ട് നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് പല പല അസുഖങ്ങൾ വരുന്നു. ഇനിയിപ്പോ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അത് ഭയങ്കര
ഡിഫിക്കൽട്ടായിട്ട് ഭയങ്കര ലാർജ് അല്ല ഭയങ്കര രീതിയിൽ നിങ്ങളെ ബാധിക്കുന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെല്ലുലാർ ലെവലും ദർ ഇസ് എ പ്രോബ്ലം എന്നാണ്. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു പനി വരുമ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഒരു പാരസെറ്റാമോൾ കഴിച്ച് നമ്മുടെ ബോഡിയിൽ എന്താ പറയാ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. പക്ഷേ ആ ഒരു പനിയുടെ കാരണം അത് വേറൊരു അസുഖമാവാം. ഇനി അങ്ങനത്തെ ഒരു അസുഖത്തിന്റെ ഒരു ഹിറ്റ് നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി അതിനെ ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട്, ഇമ്മ്യൂണിറ്റി ബേസ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ ഇത് നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾക്ക് പരിചയപ്പെട്ട് ഞങ്ങൾ ഇത്രയും കൂടി വിഷ്വൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് മാത്രം. ഒരു DNA തൊട്ട് ഒരു മനുഷ്യൻ വരെയുള്ള ഒരു സ്ട്രക്ചറാണിത്. അറിയാം, നിങ്ങൾക്ക് ഒരു DNA ഉണ്ടാവും. ആ DNA ഒരു സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ അകത്തായിരിക്കും. ഇത്തരത്തിലുള്ള കുറച്ചധികം സെല്ലുകൾ ചേരുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കലി ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടിഷ്യൂ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗൺ ആയിട്ട് മാറും. അത് ഹൃദയമാവാം, കിഡ്നി ആവാം, ബ്രെയിൻ ആവാം, കണ്ണാവാം, മൂക്കാവാം, എന്താവാം. ദർ ഇസ് എ ഓർഗൻ. ഇത്തരത്തിലായിരിക്കും ആ ഒരു ഓർഗനുമായിട്ട് കണക്ട് ചെയ്ത് ആ ഓർഗന്റെ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള മേഖലകളിലുള്ള മറ്റുള്ള കണക്ടിങ് സംഭവങ്ങൾ ചേരുന്നതിനാണ് നമ്മളൊരു ഓർഗൻ സിസ്റ്റം എന്ന് പറയാം. ഇത്തരത്തിൽ ഏകദേശം ഒരു 10, 20, 30ഓളം വരുന്ന ഓർഗൻ സിസ്റ്റങ്ങളും മറ്റുള്ള സഹപ്രവർത്തക സിസ്റ്റങ്ങൾ ഒരുമിച്ച് പൂരകമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഒരു ആനിമൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു അസുഖം വരുമ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന ഒരു ആനിമലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ നമുക്ക് അസുഖം വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാനുവൽ ഒന്നും നമുക്കില്ല. ഇതെല്ലാം നമ്മൾ എന്താ പറയാ കണ്ടുപിടിക്കേണ്ട കുറെ സത്യങ്ങളാണ്. ലൈക്ക് ഒരിക്കലും ഒരു ഡോക്ടർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയില്ല സോ വാട്ട്, ലൈക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണുള്ളത്, ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. ശരിക്കും ഇത് വളരെ ചെറിയ കാലം തൊട്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പൊ വെൽനെസ് എന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളുമായിട്ടും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളുമായിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് വി ഗെറ്റ് മോർ ഇൻഫർമേഷൻ, വി നോ ദാറ്റ്. ബട്ട് വരുന്നവരിപ്പോ ഇന്ത്യനെ സംബന്ധിച്ച് ഇത്രയും കോടി ജനങ്ങളെ സംബന്ധിച്ച് എത്ര പേർക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളത് പോലും വളരെ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പെർസെന്റേജിന്റെ അകത്ത് മാത്രം നിൽക്കുന്ന ഒരു എന്താ പറയുക യാഥാർത്ഥ്യം, ഒരു റിയാലിറ്റിയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു DNA നിന്ന് അല്ലെങ്കിൽ ഒരു സെൽ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു അവസ്ഥയിൽ നിന്ന് ഇത്രയും വലിയൊരു കോംപ്ലക്സ് ആനിമൽ നമ്മൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് 100% നീഡായിട്ടുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം നമ്മുടെ ശരീരം 70% കംപ്ലീറ്റ്ലി വാട്ടറും 30% അതിന്റെ സോളിഡ് സ്റ്റേറ്റുമുള്ളത്. വാട്ടർ എന്ന് പറയുന്നത് വെള്ളമായി മാത്രമായിട്ടല്ല, അതിപ്പോ ബ്ലഡ് ആയിട്ടും മ്യൂക്കസ് ആയിട്ടും പ്ലാസ്മ ആയിട്ടും അങ്ങനെ പലതരത്തിൽ വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പൊ എങ്കിൽ പോലും എനിവേ 70% ഓഫ് ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലൈക്ക് ദ വാട്ടർ ആണ്. അപ്പൊ നമ്മൾ ഈ വാട്ടർ കൂടുതൽ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ആ വാട്ടർ ഏറ്റവും നല്ലൊരു വൈറ്റൽ ഫോർമാറ്റിൽ ഇരുന്നാലാണ് അതിനകത്തിരിക്കുന്ന സെല്ലുകളും ഓർഗനുകളും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ സിമ്പിൾ അല്ലേ, നമ്മളൊരു റിയാക്ഷൻ നടത്താനായിട്ട് നമ്മളത് അതിന് വെക്കുന്ന ആ മീഡിയം ഏറ്റവും പെർഫെക്റ്റ് ആണെങ്കിലാണ് ആ റിയാക്ഷൻ ഫാസ്റ്റും ആവുള്ളൂ, എഫിഷ്യന്റും ആവുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഒരു കോംപ്ലക്സ് മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഇന്റേണൽ സ്ട്രക്ചറുകളെല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ ചെറിയ ചെറിയ ടാക്ടിക്സുകളും ചെറിയ ചെറിയ എന്താ പറയാ മൂവുകളും മൂവ്മെന്റുകളും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബോഡീനെ നമുക്ക് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം. അതപ്പോ സിമ്പിൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു 70% വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ആ 70% വെള്ളത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ് ഏതാണ്, ആ ഒരു രീതി നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കും. ഇപ്പൊ 70% വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു 80% പ്രോസസ്സുകളെയും അതിൽ കൂടുതൽ പ്രോസസ്സുകളെയൊക്കെ ആ വെള്ളം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള 70% ഓഫ് വെള്ളത്തിന് അതിന്റെ കറക്റ്റ് pH നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് എന്ന് പറയാം. ഇപ്പൊ ഇത് ഈ കാണുന്നതാണ് pH സ്കെയിൽ. pH സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 വരെയുള്ള ഒരു മെഷറാണ്. ഇതിനെ നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിന്റെ pHകളെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം 0 മുതൽ 7 വരെ ഉള്ളതാണ് അസിഡിക് ആയിട്ടുള്ള ഒരു pH. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ഇപ്പൊ നമ്മളെ നോർമൽ പച്ചവെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ വാട്ടർ ആണ്. കാരണം അതിന് pH 0 7 ആണ്. ഈ പറഞ്ഞ പോലെ
അസിഡിസിറ്റി ഉണ്ടാവില്ല, ആൽക്കലൈനിറ്റി ഉണ്ടാവില്ല. 7 മുകളിലോട്ട് അപ് ടു 14 വരെയാണ് നമ്മൾ ഒരു ആൽക്കലൈൻ പി എച്ച് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പി എച്ച് സ്കെയില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ശരീരം ഒരു 70% വെള്ളമായതുകൊണ്ട് ആ 70% വെള്ളത്തിന്റെ ഒരു പി എച്ച് 7.35 അല്ലെങ്കിൽ 7.4 ഈ ഒരു ചെറിയ ഗ്യാപ്പിനകത്താണ് നമ്മുടെ ബോഡിയുടെ പി എച്ച്. അതായത് നമ്മൾ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണെന്ന് പറയാം നമ്മൾ, കൈൻഡ് ഓഫ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു 70% വെള്ളം എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിന് അസിഡിസിറ്റി ആവാം, പി എച്ച് 1 ആകാം, പി എച്ച് 2 ആകാം, 3 ആകാം, ഇനിയിപ്പോ ന്യൂട്രൽ ആയിട്ട് ഇരിക്കാം. പക്ഷെ നമ്മുടെ ബോഡിയിലുള്ള 70% വെള്ളത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് 7.35 7.45 അകത്ത് ലോക്ക്ഡ് ആണ്. അപ്പൊ നമുക്ക് വിചാരിക്കാം വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലേ ഇത്. ഈ ഒരു മാർജിനകത്ത് നിന്ന് താഴ്ത്തോട്ടോ മുകളിലോട്ടോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിയിൽ അനുഭവപ്പെടാം. മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് നിങ്ങളുടെ ബോഡി പി എച്ചിന്റെ റേഞ്ച് ഒന്നുകിൽ 7.35 കുറയുകയോ 7.45 കൂടുകയോ. അപ്പൊ എപ്പോഴും നമ്മുടെ ബോഡി നമ്മുടെ വൈറ്റൽ ബോഡിലി ഫങ്ഷൻ, നമ്മുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന എല്ലാ ഡൈജഷൻ ഉൾപ്പെടെ എല്ലാവിധ വൈറ്റൽ ഫങ്ഷൻസിനെയും അത് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ബോഡി ഈ ഒരു പി എച്ച് റേഞ്ച് എപ്പോഴും നമ്മുടെ ബോഡി സ്വയം മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി കറക്റ്റ് പെർഫെക്റ്റ് പി എച്ചിന്റെ ഗുണം എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ ഡെലിവറിനെ ബാധിക്കുന്ന വലിയൊരു ഘടകമാണ് നമ്മുടെ ബ്ലഡിലുള്ള പി എച്ച്. അപ്പൊ നിങ്ങളുടെ ബ്ലഡിലുള്ള പി എച്ച് ഈ പറയുന്ന റേഞ്ചിനകത്ത് കീപ്പ് അപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു സർവൈവൽ ആക്ഷൻ ആണ്. നമ്മൾ അതിനെ കുറിച്ച് ബോധേഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്തതും നമുക്ക് വരാൻ സാധ്യതയും ഇല്ലാത്തതുമായിട്ടുള്ള കുറെ സ്പെഷ്യൽ ഗസ്റ്റുകൾ പല അസുഖങ്ങളായിട്ടും പല എന്താ പറയാ ഹെൽത്ത് കണ്ടീഷനുകളായിട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലൈക്ക് ദാറ്റ്. അതിനീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിലുള്ള എൻസൈം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബോഡിയിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് പ്രോട്ടീനാണ്. നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഉണ്ട്, അതാണ് നമ്മുടെ ബോഡിയിലുള്ള മറ്റുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഫുഡ് വഴി കഴിക്കുന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഫുഡ് വഴി കഴിക്കുന്ന പ്രോട്ടീൻ അത് ഡൈജസ്റ്റ് ആയിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറും. ഈ അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ ബോഡി നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും സോഫാർ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻസ് ആണ്, നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ബോഡി ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അമിനോ ആസിഡുകളെയും ഇത്തരത്തിലുള്ള മിനറൽസുകളുടെയും വൈറ്റമിൻസിന്റെയും ആൻഡ് എല്ലാത്തിലും ഉപരി നമ്മുടെ ശരീരം ഒരു 7.35 7.45 ഇടയ്ക്കുള്ള ഒരു ആൽക്കലൈനിറ്റി, ഒരു കണ്ടീഷനിൽ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ഈവൻ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഈവൻ എ സ്ലൈറ്റ് ചേഞ്ച്, ചെറിയൊരു ആൽക്കലൈനിറ്റിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ബോഡിക്ക് വളരെ സർവ്വസാധാരണവും അസാധാരണമാകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈവൻ ഇറ്റ് വിൽ ലീഡ് ടു ഡെത്ത് എന്നൊക്കെ വരെ നമുക്ക് പറയാം. അത്രയും വരെ സാധ്യതകളുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ബോഡിയിലുള്ള ഈ ആൽക്കലൈനിറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓർഗൻസ് ആണ് ലെഫ്റ്റ് സൈഡ്, ബ്രെയിൻ, ബ്ലഡ് സംവിധാനം, കിഡ്നി, ലിവർ, ലങ്സ്. ഇതിന്റെയൊക്കെ നിങ്ങൾ നോക്കുക എത്ര പെർസെന്റേജ് ആണ്. 85% ഓഫ് ദ ബ്രെയിൻ ഈസ് മെയ്ഡ് ഓഫ് വാട്ടർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ബുദ്ധി, ഓർമ്മ, പ്രവർത്തനം, നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിനില് 85% വെള്ളമാണ്. അപ്പൊ ആ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആകുക, നമ്മുടെ ബോഡിയിലുള്ള പി എച്ചിന്റെയും മറ്റുള്ള പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ ബോഡിയിലൊരു ബഫറിംഗ് സിസ്റ്റം എന്നുള്ള സംവിധാനമാണ് നമ്മുടെ ബോഡിയിൽ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഈ ആൽക്കലൈനിറ്റിനെ മറ്റുള്ള സംവിധാനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറെ പ്രോസസ്സുകൾ നമ്മുടെ ബോഡി ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ അത്തരത്തിലുള്ള കുറെ സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ തകരാറുകൾ, ഇതിനൊക്കെ ഒരു പ്രശ്നങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കലൈൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ള ഒരു നീഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു, ഇനിയിപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരത്തിലും
ആസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ വരാം. കൈൻഡ് ഓഫ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിഭീകരമായിട്ടുള്ള ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ അസിഡിറ്റി മാറാം, നമ്മുടെ ടോട്ടൽ ബോഡിയിലുള്ള pH വേരിയേഷൻ വരാം. കാരണം അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ മോർ ഇൻറ്റു മോർ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ, നമ്മുടെ ബോഡി മോർ അസിഡിക് ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു നമ്മുടെ ബോഡിയുടെ ആ ഒരു കോമൺ കോൺസ്റ്റന്റ് pH വ്യത്യാസം വരാം. ഇപ്പൊ നിങ്ങളൊരു ജങ്ക് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ അസിഡിക് കണ്ടീഷൻ കൂടുതലാവാനുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അസിഡിക് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, നിങ്ങളുടെ ബോഡിയിലുള്ള സ്ലൈറ്റ്ലി ആൽക്കലൈൻ ചേഞ്ച് വന്നാൽ പോലും നിങ്ങൾക്ക് വലിയ അസുഖങ്ങളോ മരണം വരെ സംഭവിക്കാം. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ കണ്ടിന്യൂസ്ലി നമ്മുടെ ബോഡിയുടെ pH ഒരു 7.35 7.45 ഇടയ്ക്ക് എന്താ പറയുക ക്യാപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ യൂറിനറി ട്രാക്ട്, അതായത് നമ്മൾ മൂത്രത്തിലൂടെയും മറ്റുള്ള നമ്മുടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിലൂടെയൊക്കെ ബോഡിയിൽ വന്ന് അടിഞ്ഞുകൂടുന്ന ആസിഡിക് കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് പുറത്തു കളയും. പിന്നെ ബ്രീത്തിങ്ങിലൂടെയൊക്കെ ഈ കൺട്രോൾഡ് ആയിട്ട് ഈ ബ്രീത്തിങ്ങിലൂടെയൊക്കെ നമ്മുടെ ബോഡിയുടെ pH കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസിന് പറ്റും. ആൻഡ് 100% പ്യൂർ വാട്ടർ ഓർ മോർ ദാൻ എ പ്യൂർ വാട്ടർ, ഇഫ് യു ഡ്രിങ്കിങ് സോ മച്ച് ആൽക്കലൈൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബോഡി അതിൽ നിന്നുള്ള ആൽക്കലൈൻ കണ്ടന്റുകളൊക്കെ എടുത്ത് മാനേജ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ബോഡി ചെയ്യുന്ന മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന അതായത് കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ നമ്മുടെ ബോഡി പല എലമെന്റ്സിനെയും മിനറൽസിനെയൊക്കെ വലിക്കും. ഇപ്പൊ സോഫാർ നമ്മുടെ ബോണിന്റെ അകത്തുള്ള കാൽഷ്യം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ബോണിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുത്തിട്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യാം, ആ പ്രവർത്തനം ചെയ്യുക. കാരണം ബോഡിനെ സംബന്ധിച്ച് ബോണിലുള്ള കാൽഷ്യം കുറയുന്നതിനേക്കാളും ജീവനോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ ആ ഒരു ആക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ബോഡിനെ മറ്റുള്ള സംവിധാനത്തിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു പോവുക, നമ്മൾ നല്ല രീതിയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള മിനറൽസിനെ വൈറ്റമിൻസിനെ ഒക്കെ ഇൻടേക്ക് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കുറയുക, നമ്മുടെ എല്ലുകൾ ബലക്ഷയം വന്നതുപോലെയൊക്കെ തോന്നുന്നതിനൊരു കാരണം ബോഡിയിലുള്ള ഈ pH ബാലൻസ് ചെയ്യാനും ബോഡിയിലുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഡിപ്പോസിറ്റഡ് ആയിട്ടുള്ള മിനറൽസിനെ മറ്റുള്ള കോമ്പൗണ്ടുകളെയൊക്കെ വലിച്ച് ആ പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്ത് നമ്മളെ സർവൈവ് ചെയ്ത് നിർത്തിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, ബേസിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഈ പറഞ്ഞ പോലെ അസിഡിക് ആവാതെ നമ്മുടെ ബോഡീനെ ആൽക്കലൈൻ ആയിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ, ഏറ്റവും സൂപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫുഡ് വഴിയോ മറ്റുള്ള പോയിസൺസോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വഴി നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന അസിഡിക് കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ട്രീറ്റ്മെന്റും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ കമ്പൈൻ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്കൊരു സർവൈവൽ എന്ന് പറയുന്ന ഒരു സംവിധാനം പോലും പോസിബിൾ ആയിട്ടുള്ള തരത്തിൽ വരെ പോകാൻ സാധ്യതയുള്ള ഒരു അസുഖങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നമ്മൾ കഴിക്കുന്നത് വഴി ബ്ലഡ് സ്ട്രീമിലോട്ട് കൂടുതലായിട്ട് ഇത് കയറി വരിക, ഈ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള സംഭവങ്ങളെ ലോവർ ആക്കുക, അങ്ങനെ കുറെ സംവിധാനങ്ങൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ബോഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുള്ള സംവിധാനങ്ങളാണ് ഈ ആൽക്കലൈൻ ആയിട്ട് നമ്മൾ ഒരു pH 7.35 pH 7.45 ഉള്ളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാവിധ വൈറ്റൽ ഫങ്ഷൻസിനെയും അത് സൂപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളും എന്നുള്ളതാണ്. ആൻഡ് പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷനുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി നമ്മുടെ എല്ലുകളിൽ നിന്നും നമ്മുടെ ബ്രെയിനിൽ നിന്നും ത്വക്കിൽ നിന്നും മസിലിൽ നിന്നൊക്കെ ഈ നമ്മൾ കഴിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് ഈ റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഒരു രോഗിയാവുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോ വെരി ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ, ഇനിയിപ്പോ ഒരു ആൽക്കലൈൻ വാട്ടർ ആണെങ്കിലുള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞില്ലേ, സെല്ലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ പറയുന്ന ഒരു pH റേഞ്ചിന്റെ അകത്താണ്. അത് DNA സംവിധാനങ്ങളായിക്കോട്ടെ, സെല്ലുകൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആവുന്നതായിക്കോട്ടെ, പ്രോട്ടീന്റെ പ്രവർത്തനങ്ങൾ, പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ആൽക്കലൈൻ ബേസ്ഡ് ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇഫ് യു ആർ ഫോക്കസിങ് മോർ ഇൻ ടു വെൽനെസ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ട രണ്ട് സംവിധാനങ്ങളാണ് ആൽക്കലൈൻ വാട്ടറും ആൽക്കലൈൻ ഫുഡും. ആൽക്കലൈൻ വാട്ടർ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമുക്കറിയാം pH 7 മുകളിലുള്ള വാട്ടറിന് നമ്മൾ ആൽക്കലൈൻ വാട്ടർ എന്ന് പറയാം. അപ്പൊ ഒരു ആൽക്കലൈൻ വാട്ടർ നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ആൽക്കലൈനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതൊരിക്കലും വെള്ളം ആൽക്കലൈൻ ആയതുകൊണ്ടല്ല. ഇപ്പൊ നമ്മളൊരു ആൽക്കലൈൻ വാട്ടർ കുടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റൊമക്ക്, വയറിനകത്ത് ഓൾറെഡി HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് വയറിന്റെ ഒരു pH എപ്പോഴും ഒരു അസിഡിക് ആയിരിക്കും. ഇപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ വയറിന്റെ pH ഈ പറഞ്ഞ പോലെ ഒരു 1-നും 3-നും ഒക്കെ ഇടയ്ക്കായിരിക്കും. അത് അസിഡിക് ആണ് നമ്മുടെ വയറ്. അപ്പൊ നമ്മളൊരു ആൽക്കലൈൻ വാട്ടർ കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ വയറിൽ ഒരു അസിഡിസിറ്റി കൺട്രോൾഡ് ആവുകയും അത് ക്യാൻസൽ ആയി പോവുകയും, പിന്നെ എന്താണ് ആൽക്കലൈൻ വാട്ടറിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കലൈൻ വാട്ടറിൽ കുറെ ആൽക്കലൈൻ മിനറൽസ് എന്ന് പറഞ്ഞ സംവിധാനങ്ങളുണ്ട്. ഈ ആൽക്കലൈൻ മിനറലുകളൊക്കെ നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ബോഡിയിലുള്ള ഒത്തിരി പ്രവർത്തനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മിനറൽസ് ആണ് ആൽക്കലൈൻ മിനറൽസ് എന്ന് പറയുന്നത്. ഈ ആൽക്കലൈൻ വാട്ടർ നിങ്ങൾക്ക് കുടിച്ചാലുള്ള ബെനിഫിറ്റുകൾ, നിങ്ങളുടെ പ്രായം, ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും. ഏജിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്പർ കുറയുക എന്നുള്ളതല്ല അതിന്റെ മീനിങ്സ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പലതരത്തിൽ വേണ്ട ന്യൂട്രിയൻസും മിനറൽസും ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പ്രായമായതുപോലെ നമ്മുടെ സ്കിന്ന് ഷൈ ആയിട്ടും നമ്മുടെ എനർജി ഡൗൺ ആയിട്ടൊക്കെ. ഇതിനെയാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. ഏജിങ് ഇസ് നോട്ട് എ നമ്പർ, ഇത് കണ്ടീഷൻ ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബോഡിയിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ന്യൂട്രിയൻസിനെയും മിനറൽസിനെയും ആൻഡ് സോഫാർ നിങ്ങൾ നല്ല രീതിയിൽ ആൽക്കലൈൻ വാട്ടർ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏജിങ് കുറയും. അതായത് നിങ്ങളുടെ ബോഡി ഏജ് ആവുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇത്രയും കൂടി സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ലിവറിന്റെ ഫങ്ഷൻസ്, കണ്ടീഷൻസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആൽക്കലൈൻ വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി ആൽക്കലൈൻ മിനറലുകൾ ഉള്ളതുകൊണ്ടിട്ട് ആ മിനറലുകൾ ബോഡി കൺസ്യൂം ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഈ ബോണിൽ നിന്നുള്ള ഈ കാൽഷ്യത്തിന്റെ കൺസംഷൻ കുറയും. ഓട്ടോമാറ്റിക്കലി ബോഡി എന്ത് ചെയ്യും? നമ്മുടെ എല്ലുകളിൽ നിന്ന് കാൽഷ്യം എടുക്കാതെ നമ്മൾ കുടിക്കുന്ന ആൽക്കലൈൻ വാട്ടറിലുള്ള ആ ആൽക്കലൈൻ മിനറൽസും നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റുകളിലുള്ള മിനറൽസും എടുത്തിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി വീണ്ടും വീണ്ടും ഡെപ്പോസിറ്റഡ് ആണ്. നമുക്ക് ബോണിന്റെ ഹെൽത്ത് നമുക്ക് ഗെറ്റിംഗ് ബെറ്റർ ആവും. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുക. ക്യാൻസർ പ്രിവെൻഷൻ ഇസ് വെരി, എന്താ പറയാ, ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ ബോഡി അസിഡിക് കണ്ടീഷൻ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ സെല്ലുകളുടെ ഫോർമേഷനുകളും, അതായത് ഇറഗുലർ ആയിട്ട് കണ്ടീഷണലി വർക്ക് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളുടെ ജനനം, അതിന്റെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരാൻ ഈ പറയുന്ന നമ്മുടെ ബോഡി ആസിഡിക് ആയിട്ടിരിക്കുന്നതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുക, ഇംപ്രൂവിങ് ഹാർട്ട് ഹെൽത്ത് പോലുള്ള ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുകളാണ് ആൽക്കലൈൻ വാട്ടർ ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ ഇനി നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്ക് ബോഡിക്ക് വേണ്ട, നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട രണ്ടാമത്തെ ഒന്ന് നമ്മൾ പറഞ്ഞു ആൽക്കലൈൻ വാട്ടർ യു ഷുഡ് ഡ്രിങ്ക്. ആൻഡ് രണ്ടാമത്താണ് ആൽക്കലൈൻ ഫുഡ്സ്. ആൽക്കലൈൻ ഫുഡ്സ് എന്ന് പറയുന്നത് ഒത്തിരി അധികം നമ്പർ ഓഫ് ആൽക്കലൈൻ ഫുഡ്സ് ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിലും നമ്മുടെ സറൗണ്ടിങ്സിലും ആൻഡ് ഗ്ലോബലി. സോ അതിൽ പല ടൈപ്പുള്ള ഫ്രൂട്ട്സുകളുണ്ട്. നെയിംസ് ഞാൻ ഇട്ടിട്ടില്ല, നമ്മൾ 100% നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. നമുക്ക് ഒത്തിരി നെയിമുകളുണ്ട്. അപ്പൊ നമുക്ക് ഒരു ആൽക്കലൈൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സുകളുണ്ട്. ആൽക്കലൈൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ ലീഫി ഗ്രീൻസുകൾ ഉണ്ട്. അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ, നട്ട്സ്, സീഡ്സ്. എല്ലാ നട്ട്സ് ഒന്നും വരില്ല. പീനട്സ് ഒന്നും ആൽക്കലൈൻ സപ്പോർട്ടീവ് അല്ല. അല്ലാത്ത മറ്റുള്ള നട്ട്സുകളൊക്കെ ഈ പറഞ്ഞ ആൽക്കലൈൻ സപ്പോർട്ടീവ് ആണ്. പീനട്ട് ശരിക്കും സ്ലൈറ്റ്ലി അസിഡിക് ആണ്. എന്നാലും ആൽക്കലൈൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ ഫുഡ്സ്, നട്ട്സും സ്വീറ്റ്സുകളുണ്ട്. ഗ്രെയിൻസ് നമുക്കറിയാലോ, ഗ്രെയിൻസ് ആയിട്ടുള്ള ഫുഡുകൾ, ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡുകൾ, മില്ലറ്റുകൾ, എല്ലാ ടൈപ്പ് മില്ലറ്റും ഈ അൺകണ്ടീഷണലി എന്താ പറയാ അത്രയധികം എന്താ പറയാ ആൽക്കലൈൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൽക്കലൈൻ ഫുഡ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ശരീരത്തിൽ വരിക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഹെൽത്ത് കൺട്രോൾഡ് ചെയ്യുക, ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ 100% ആൽക്കലൈൻ വാട്ടർ പ്ലസ് ആൽക്കലൈൻ ഫുഡ് വേണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കുന്നതിൽ ഏകദേശം 1000കണക്കിന് ആൽക്കലൈൻ ഫുഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ വെൽനസ് ഒരു പ്രോഗ്രാമുകളിൽ പറയുന്നത് പോലെ ഒരു 1000കണക്കിന് ആൽക്കലൈൻ ഫുഡുകളെ കണ്ടുപിടിച്ച് ഡെയിലി കഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് വെൽനസ് സപ്ലിമെന്റുകളുടെ ഒരു പ്രവർത്തനം വരുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയോബീറ്റ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റിന്റെ ഒരു പ്രത്യേകത, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ആയിരക്കണക്കിന് ആൽക്കലൈൻ ഫുഡുകളിൽ 600ഓളം വരുന്ന ആൽക്കലൈൻ ഫുഡുകളുടെ ഒരു പ്രത്യേകതരം ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഈ കമ്പോണൻസ് ഫ്രാക്ഷനുകൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ വൈറ്റമിൻസോ മിനറൽസ് അതുപോലെ അത്തരത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങള് ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ച് വേർതിരിച്ച് അതൊരു ക്യാപ്സ്യൂള് പോലെ ആക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോ. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യയിൽ നിന്നാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു 600ഓളം ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം, 600ഓളം വരുന്ന ആൽക്കലൈൻ സപ്പോർട്ടീവ് ഫുഡ്സ് എന്ന് പറയാം. ഇതിന്റെ എല്ലാത്തിന്റെ അകത്തു നിന്നും നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ആൽക്കലൈൻ മിനറൽസ് പോലെയുള്ള സംവിധാനങ്ങളെ ഒരു പ്രത്യേക പേറ്റന്റഡ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് മാറ്റി. ഇതിനെയാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോബീറ്റ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്, ഏത് രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള ഒരു ഇതിലോട്ട് വരണം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ന്യൂക്ലിയോ വീറ്റ. ന്യൂക്ലിയോ വീറ്റ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ലെവൽ വൈറ്റാലിറ്റി, ന്യൂക്ലിയസ് ലെവൽ നമുക്ക് ഒരു പരിരക്ഷ, ഒരു സപ്പോർട്ട്, ഒരു ഹെൽത്തി ന്യൂട്രിയൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിന്റെ ഒരു ചുരുക്കമാണ് നമ്മുടെ ഒരു ന്യൂക്ലിയോ വീറ്റ എന്ന് പറയുന്ന ഒരു പേര്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ന്യൂക്ലിയോ വീറ്റ ഒരു ആൽക്കലൈൻ ന്യൂക്ലിയോലസ് ക്യാപ്സ്യൂൾസ് ആണ്. ഇതിനകത്ത് 60ഓളം ക്യാപ്സ്യൂളുകളാണ് ഉള്ളത്. ഈ 60ഓളം ക്യാപ്സ്യൂളുകൾ പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ 2 ക്യാപ്സ്യൂൾ വെച്ച് നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. രാവിലെയും രാത്രിയുമാണ് നമ്മുടെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഡോസേജ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ആൽക്കലൈൻ ഫുഡ് സപ്ലിമെന്റ് എന്ന് വിളിക്കാം. കാരണം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്രയും ഇൻഗ്രീഡിയൻസിനെ വെച്ചുകൊണ്ട് ഒരു ടെക്നോളജി, ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസിൽ നിന്നുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള മിനറൽസിനെയും വൈറ്റമിൻസിനെയൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ ഒരു ആൽക്കലൈൻ ഫുഡ് സപ്ലിമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഒരു പ്രോഡക്റ്റിനാണ് ഒരു DNA ലെവലിലും RNA ലെവലിലും ന്യൂക്ലിയസ് ലെവലിലൊക്കെ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വെൽനസ് പ്രോഡക്റ്റ് ആണ്. ഇനിയിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനകത്തുള്ള ഒരു എന്താണ് പറയാ, എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്, വൈറ്റമിൻ A തൊട്ട് E വരെയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ വൈറ്റമിൻസും, കൂടാതെ മിനറൽസ് ആയിട്ടുള്ള അയൺസും കോപ്പറും സിങ്കും ഫോസ്ഫറസും കാൽഷ്യം മഗ്നീഷ്യം സോഡിയം പൊട്ടാഷ്യം പോലെയുള്ള മൈക്രോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും, ഇതെല്ലാം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ അകത്തുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്, ബെനിഫിഷ്യറി ഇൻഗ്രീഡിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമ്മളൊരു വെൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ് നമ്മുടെ ബോഡിയിലുള്ള ആന്റി ഓക്സിഡന്റ് അല്ലെ. നമ്മളെ ബോഡി എത്രത്തോളം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുമായിട്ട് ബുദ്ധിമുട്ടുന്നു, അത്രത്തോളം നമുക്ക് അസുഖങ്ങൾ വരാനും, അത്രത്തോളം നമ്മുടെ ബോഡി എന്താ പറയാ കംപ്ലീറ്റ്ലി ടെറിബിളി എന്താ പറയാ വീക്ക് ആകാനും ഒക്കെ സാധ്യത നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളെയൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആന്റി ഓക്സിഡന്റ് 100% ആന്റി ഓക്സിഡന്റിന്റെ അവൈലബിലിറ്റി നമ്മുടെ ബോഡിയിൽ വേണം. അതുപോലെ തന്നെ ആൽക്കലൈൻ ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് 600ഓളം ഇൻഗ്രീഡിയൻസിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇത്തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ തരുന്ന കുറെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഒരു ആൽക്കലൈൻ സ്റ്റെബിലിറ്റി നമ്മുടെ ബോഡിയിൽ ഉറപ്പുവരുത്തുക, നമ്മുടെ ബോഡിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള വളരെ നെസസറി ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസിനും നമ്മുടെ ബോഡിയിലോട്ട് തരിക. മൂന്നാമത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു എന്താ പറയാ ഏതെങ്കിലും ഒരു അസുഖത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി തരുന്ന രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൽക്കലൈനിറ്റിയും ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആന്റി ഓക്സിഡന്റിന്റെ ഒരു സംവിധാനം, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു ആന്റി ഓക്സിഡന്റ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. യു ഡോണ്ട് ബിലീവ് 4.57 ഏകദേശം 45 ലക്ഷത്തോളം 47 ലക്ഷത്തോളം ഒക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒറാക് വാല്യൂ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 600 ആൽക്കലൈൻ ഫുഡ് സപ്പോർട്ടിങ് ചെയ്യുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആൽക്കലൈൻ ഫുഡ് ഇൻഗ്രീഡിയൻസ് അല്ലാതെ നമ്മുടെ ഒരു വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ആണ് ഡ്രാഗൺസ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ.
നമുക്ക് നേരത്തെ പറയാം മില്ലറ്റ്, നട്ട്സ് അത്തരത്തിലുള്ളതെല്ലാം നമുക്ക് ആൽക്കലൈൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 600ഓളം ഇൻഗ്രീഡിയൻസിന്റെ എന്താ പറയാ ഒരു ന്യൂട്രീഷൻ ഫാക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസിലുള്ള ഒരു ലിസ്റ്റിലുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രാഗൺസ് ബ്ലഡ്. ഡ്രാഗൺസ് ബ്ലഡ് എന്ന് പറയുന്നത് ഈ ഡ്രാഗൺസ് ട്രീ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബെനിയൻ ട്രീ ഒക്കെ പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് കുറെ ട്രീകളുണ്ട്. അത്തരത്തിലുള്ള മരത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം പശ പോലത്തെ റെസിൻ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഈ ഡ്രാഗൺസ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഇന്ന് നമുക്ക് അറിയാവുന്ന ഹയസ്റ്റ് നോൺ ഒറാക് വാല്യൂ, ഏകദേശം 28 ലക്ഷത്തോളം ഒക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ഒറാക് വാല്യൂ ഉള്ള അത്രയും ആന്റി ഓക്സിഡന്റ് സപ്പോർട്ട് നമ്മുടെ ബോഡിക്കൊക്കെ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ അമേസിംഗ് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രാഗൺസ് ബ്ലഡ്. നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു എന്താ പറയാ ഒരു പ്രീമിയം ഇൻഗ്രീഡിയൻസിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഒരു ഡീനാച്ചുർഡ് ഡ്രാഗൺസ് ബ്ലഡ്. ഡീനാച്ചുർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലും അത്തരത്തിലുള്ള മണം കളറൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഡീനേച്ചേർഡ് എന്ന് പറയാം. ഡീനേച്ചേർഡ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺസ് ബ്ലഡ് നമ്മൾ ഇതിൽ വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതൊരു വെൽനെസ് പ്രോഡക്റ്റും പൊതുവെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അതിന്റെ ഒരു ലീഗൽ സൈഡുകൾ ആണ് ഏറ്റവും യു ആർ എ ഡയറക്ട് സെല്ലർ, യു ക്യാൻ ഫീൽ ദാറ്റ്. അപ്പൊ നമുക്കൊരു പ്രോഡക്റ്റിന് വളരെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സപ്പോർട്ടുകൾ, ഒരു സയന്റിഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രോഡക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആണ്, ക്ലിനിക്കലി പ്രൂവൺ ആണ്, സയന്റിഫിക്കലി ബാക്ക്ഡപ്പ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കും ഈവൻ 100% കോൺഫിഡന്റ് ആയിട്ട് ഇത് കഴിക്കുകയും